ഒക്കെയാണ് സൂചിപ്പിക്കുക. ഒരല്പസമയത്തേക്ക് ഇതൊക്കെ ഉണ്ടാകാം, എന്നാൽ അതിനൊന്നും ആയുസ്സുണ്ടാകില്ല. ഇതൊന്നും പ്രത്യേകിച്ച് പീഡാസഹനവും കുരിശുമരണവും കബറടക്കവും ഒന്നും ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. അതിനപ്പുറത്തൊന്നുണ്ട്. അവൻ ഉയർത്തെഴുന്നേൽക്കും. അവൻ ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, അവൻ സ്വർഗാരോഹണം ചെയ്യും. ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് യോഹന്നാൻ സുവിശേഷകൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കിലാണ് പിടിച്ചു നിൽക്കുന്നത്: പ്രതീക്ഷ, ഹോപ്പിനും. പ്രതീക്ഷ അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഹോപ്പ്ലെസ് ആകും. പ്രത്യേകിച്ച് അത് വളരെയധികം മനോവിഷമം നമുക്കുണ്ടാക്കും. പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരൊക്കെ തകർന്ന് മനസ്സിടിഞ്ഞ് ജീവിക്കുന്നവരാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ടവരല്ല ക്രിസ്ത്യാനികൾ, പ്രത്യാശയുള്ളവരാണ്. ഇതിനപ്പുറം ഒന്നുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കാൻ എനിക്ക് കഴിയും. ഏതു വൈതരണികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും എനിക്കതിനെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പാണ് ക്രിസ്തീയ വിശ്വാസം. കല്ലറയിൽ ഒതുക്കാൻ പറ്റില്ല, അതിനെ കുരിശിൽ തറച്ചത് തീർക്കാൻ പറ്റില്ല. അതിനപ്പുറത്ത് മുറിവുകൾ കാണിച്ച് നിങ്ങൾക്ക് സമാധാനമെന്ന് പറയുന്ന ഒരു യേശുവിൻ്റെ മുഖം എപ്പോൾ നമ്മുടെ വിശ്വാസത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുമോ, അപ്പോൾ നമ്മുടെ ജീവിതം പ്രത്യാശ പൂർണ്ണമായിരിക്കും. അവിടെ സന്തോഷം ഉണ്ടാകും. അതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. അതാണ് കർത്താവ് പറയുന്നത്: അല്പം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പക്ഷേ അതിന് 3 ദിവസത്തെ ആയുസ്സേ ഉള്ളൂ. സുവിശേഷം നമ്മൾ മുഴുവനും വായിച്ചു നോക്കുമ്പോൾ അതാണ്. അവിടുന്ന് കബറടങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ശിഷ്യന്മാര് തിബേരിയസിൽ മീൻ പിടിക്കാൻ പോയി എല്ലാം മറന്നിട്ട് പഴയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കയ്യിൽ വല്ലതുമുണ്ടോ എന്ന് പറഞ്ഞ് യേശു കടൽക്കരയിൽ വന്ന് അവരെ വിളിച്ച് അവർക്ക് പ്രാതലൊരുക്കി കാത്തു നിൽക്കുന്നു. എമ്മാവൂസിലേക്ക് ഒളിച്ചോടിയ ശിഷ്യന്മാരുടെ കൂടെ നടന്ന് അവരുടെ കണ്ണ് തുറപ്പിച്ചു, ഹൃദയം ജ്വലിപ്പിച്ചു, അവരോടൊപ്പം അപ്പം ഭക്ഷിച്ചു, അവിടുന്ന് വചനം പങ്കുവെച്ചു. അപ്പോൾ ഒളിച്ചോടുമ്പോഴും നിരാശപ്പെടുമ്പോഴും ഒക്കെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്: എമ്മാനുവേൽ, അവൻ കൂടെയുണ്ട്. നമുക്ക് പ്രതീക്ഷകൾ നശിച്ചുവെന്ന്, നമ്മുടെ പ്രത്യാശയെല്ലാം പോയി എന്ന് ചിന്തിക്കുമ്പോഴും ഉറക്കെ വിശ്വസിക്കാൻ സാധിക്കണം: ഉദ്ധിതൻ എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ കൂടെയുണ്ട്, നമ്മോടൊപ്പമുണ്ട്. അവൻ സഞ്ചരിക്കുന്നുണ്ട്, അവൻ വിളിക്കുന്നുണ്ട്. ആ ഒരു അവബോധം അതൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടിസ്ഥാനപരമായ സന്ദേശമാണ്. ക്രൈസ്തവരായി നമ്മെ സംബന്ധിച്ച് ഒത്തിരി ജീവിതത്തിൽ സന്തോഷം പകരുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഷാഫ്ഹൗസിൽ എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവരെ കണ്ടതാണ്. എല്ലാ ദിവസവും പള്ളിയുടെ ഏറ്റവും മുന്നിൽ വന്നിരുന്ന് പരിശുദ്ധ കുർബാന ഭക്തിയോടെ കാണുന്ന ഈ നാട്ടിലെ ഒരു കുടുംബം. പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, അവർക്ക് തീവ്രമായ ക്യാൻസറാണ്, വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. പിതാവ് ഒന്ന് ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് അവരാവശ്യപ്പെടുന്നു. എനിക്കവരെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്, അറിയാം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ ആ വീട്ടിൽ അച്ഛനോടൊപ്പം പോയി. ഉള്ളിൽ ഒരു ഭയാശങ്ക എനിക്കുണ്ട്. എന്താ പറയുക? അവർ കാരണം എപ്പോഴും നല്ല ചിരിച്ച് സന്തോഷത്തോടെ ഭക്തിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പം എന്ത് പറയണമെന്ന് എനിക്ക് സംശയം നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെന്ന് ആ വീട്ടിൽ ചെന്ന് പരിശുദ്ധ കുർബാന കൊടുത്ത് രോഗി ലേപനം നൽകി കഴിയുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വലിയ സ്നേഹത്തിൻ്റെ ചിരിയാണ്. വേദന ഉള്ളിലുണ്ട്, മരണഭീതിയുണ്ട്, ഒന്നും ആ മുഖത്ത് കാണാനില്ല. അവരുടെ വീടിൻ്റെ ഓരോ ഭാഗത്തും ഞാൻ നോക്കുമ്പോൾ അവിടെ എല്ലാം ഒരു കുരിശോ എന്തെങ്കിലും ഒരു ക്രിസ്തീയ രൂപമുണ്ട്. വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ഒരു മകള്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരു പാഠമായി അത്. പലപ്പോഴും ഞാൻ തളർന്നു പോകുമ്പോഴും നിരാശപ്പെടുമ്പോഴും ഒക്കെ
ഈ സ്ത്രീ ഇത്രമാത്രം വേദന അനുഭവിക്കുമ്പോഴും മരണത്തെ നോക്കി നിൽക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷിച്ച് ആനന്ദിച്ച് കുദാശകൾ സ്വീകരിക്കുന്നു. ഇന്നലെ പരിശുദ്ധ കുർബാനയ്ക്ക് എത്തുകയും ചെയ്തു. ഞാൻ ചൊല്ലിയ കുർബാനയിൽ എത്തുകയും ചെയ്തു. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളൊക്കെ തളർന്നു പോകാറുണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ. ഒരു കൊച്ചു രോഗം വരുമ്പോൾ, ബാധ്യതകൾ വരുമ്പോൾ, ഒരു ചെറിയ കുടുംബ പ്രശ്നം വരുമ്പോൾ എല്ലാം തകർന്നു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. തകർന്നിട്ടില്ല. അവൻ വഞ്ചിയിൽ കൂടെയുണ്ട്. കുരിശിനപ്പുറത്ത് അവൻ നിൽപ്പുണ്ട്. നമ്മുടെ സഹനങ്ങൾക്കും നൊമ്പരങ്ങൾക്കും അപ്പുറത്ത് അവനുണ്ട്. ഒരു സ്ത്രീക്ക് പ്രസവ വേദന എന്ന പോലെ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടല്ലോ. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ ദുഃഖങ്ങളെല്ലാം അവൾ മറക്കുന്നു. ആ കുഞ്ഞിനെ താലോലിക്കുന്നു, ചുംബിക്കുന്നു, വളർത്തുന്നു. അതുപോലെ നമ്മുടെ സഹനങ്ങൾക്കെല്ലാം ഒരു അർത്ഥമുണ്ട്. ക്രിസ്ത്യാനി പ്രത്യാശയുള്ളവനായിരിക്കണം, പ്രത്യാശയുള്ളവളായിരിക്കണം. അങ്ങനെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ആ ഒരു പ്രത്യാശയുടെ സുവിശേഷമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ദീർഘമായി പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അച്ഛന്മാർക്കൊക്കെ തിരിച്ചു പോകണം. ഇന്ന് 2 ബഹുമാനപ്പെട്ട വൈദികരുടെ പൗരോഹിത്യ ജൂബിലി നമ്മൾ ഒരു കൂട്ടായ്മയായി, ഒരു കുടുംബമായി ആഘോഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ ഇടവകയുടെ ആത്മീയ പിതാവാണ്. ലത്തീൻ സമൂഹത്തിൻ്റെ ചുമതലക്കാരനാണ്. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല. ഇവിടെ വന്നപ്പോഴാണ് അച്ഛനെ കാണുക. എന്നാൽ നാട്ടിൽ മൂവാറ്റുപുഴ രൂപതയ്ക്ക് അടുത്താണ്, കൊച്ചി രൂപതയിലാണ് അച്ഛൻ. വലിയ ദൂരമില്ല. ഞങ്ങൾ ഇന്ന് ബിജുവച്ചൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്ത് വരുമ്പോൾ ബിജുവച്ചൻ പറയുകയാണ്, വലിയ ഒരു സ്നേഹിതനാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ നമ്മുടെ ആരാധന നടത്താൻ കഴിയുന്നു, നമ്മോടൊപ്പം ചിന്തിക്കുന്നു. അച്ഛൻ്റെ സാന്നിധ്യം നമുക്കൊരു അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം പറയുകയുണ്ടായി. എത്രയോ നന്ദിയോടെ ഓർക്കേണ്ട ഒരു വിഷയമാണ്. ഈ പ്രദേശത്ത് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാനും ഒരു ദേവാലയം തുറന്നു കിട്ടാനും സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മുടെ ആരാധന നടത്താനുമൊക്കെ കൃപ ലഭിക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവിക പദ്ധതിയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെയും അച്ഛന്മാരുടെയും പേരിൽ ബഹുമാന്യനായ ജോസഫ് അച്ഛന് പൗരോഹിത്യ രജത ജൂബിലിയുടെ എല്ലാ കൃപകളും നന്മകളും ഏറ്റവും സന്തോഷത്തോടെ നന്ദിയോടെ ആശംസിക്കുന്നു. ഒരു കയ്യടി നമുക്ക് കൊടുക്കാം. അല്പം കൂടെ നീട്ടിയാൽ കുഴപ്പമില്ല. താങ്ക് യു. ബിജുവച്ചൻ നമ്മുടെ ആത്മീയ പിതാവാണ്. അച്ഛന് ധാരാളം ശുശ്രൂഷകൾ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ ശുശ്രൂഷയിലും അച്ഛൻ ഏറ്റവും ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നു. 1999 അച്ഛന് പൗരോഹിത്യം ലഭിച്ചു. അക്കാലം അത്രയും ഞാൻ ഓർക്കുന്നുണ്ട്. പൗരോഹിത്യത്തെ സ്നേഹിക്കുന്ന, അതിനെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വന്യവൈദികൻ. ദൈവം ധാരാളമായ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. പാടാനും പ്രസംഗിക്കാനും മറ്റെല്ലാ രീതികളിലും നമ്മുടെ സഭയിലെ ആരാധന സംഗമങ്ങളിലൊക്കെ ഒരു കാലത്ത് അച്ഛൻ നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ എഴുതിയ ചില വരികൾക്കും അച്ഛൻ ഈണം നൽകിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായ ഒരു ആത്മബന്ധവുമുണ്ട്. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഏതാണ്ട് ഒരു 2-3 മൈലുകൾ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പൗരോഹിത്യത്തെ സ്നേഹിക്കുന്നു, അതോടൊപ്പം സഭയോട് ചേർന്ന് നിൽക്കുന്നു. ഈ 2 വിശേഷണമാണ് അച്ഛന് പ്രത്യേകമായിട്ട് എനിക്ക് അച്ഛനിൽ ഓർക്കാനുള്ളത്. താൻ സ്വീകരിച്ച പൗരോഹിത്യത്തെ വിലമതിക്കുന്നു, അതിനെ ആദരവോടെ കാണുന്നു, അത് ജീവിക്കാൻ പരിശ്രമിക്കുന്നു. 2, സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് പിതാക്കന്മാരോട് മാത്രമല്ല, വൈദികരോട് ചേർന്നും ദൈവജനത്തോട് ചേർന്നും പ്രവർത്തിക്കാനുള്ള ആ മനസ്സ്. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ ഒരു ലക്ഷണം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ദൈവജനത്തിൻ്റെയും പേരിൽ അപ്പസ്റ്റോലിക് വിസിറ്റേറ്റർ എന്ന രീതിയിൽ ബഹുമാന്യനായ ബിജു ചാവടി മുരുപ്പേലച്ചന് ഹൃദയനിർഭരമായ ജൂബിലിയുടെ ആശംസകൾ.
പ്രിയപ്പെട്ടവരെ, വൈദിക ജീവിതം എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഒരു ദാനമാണ്. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ്. ഒരാൾക്ക് സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നല്ലത്. എനിക്കത് ആഗ്രഹിക്കാം. ദൈവവിളി എന്ന് പറയുന്നത് എൻ്റെ ഒരാഗ്രഹമാകാം. പക്ഷേ നല്ല മലയാള ഭാഷയിൽ, ലളിതമായ ഭാഷയിൽ ഞാനതിനെ ഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയാണ്: ഒരുവനെ ദൈവം പ്രത്യേകം നോക്കിയതിൻ്റെ പേരാണ് പൗരോഹിത്യം. ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകം നോക്കിയതിൻ്റെ പേരാണ് പൗരോഹിത്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അവിടുന്ന് ഉയർന്ന ഒരു മലയിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ നോക്കി പ്രത്യേകം അടുത്തേക്ക് വിളിച്ചു. അതാണ് പൗരോഹിത്യം. നിത്യ പുരോഹിതനായ യേശുവിന്റെ ജീവിതം തന്നെയാണത്. അതുകൊണ്ടാണ് ലത്തീൻ ഭാഷയിൽ ആൾട്ടർ ക്രിസ്തുസ്, അനദർ ക്രൈസ്റ്റ് എന്ന് പറയുന്നു. ഈ പൗരോഹിത്യമാണ് ഇന്ന് ഈ മക്കൾ ജീവിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവർ ജീവിക്കുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു പുരോഹിതന്റെ സ്ഥാനം എത്രയെന്ന് നിങ്ങൾക്കറിയാം. ജനനം മുതൽ മരണം വരെ നമ്മെ അനുഗമിക്കുന്ന ഒരു ആത്മീയ ചര്യയാണ് പൗരോഹിത്യം. പൗരോഹിത്യവും പരിശുദ്ധ കുർബാനയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലാണ് പൗരോഹിത്യം. വിശുദ്ധ കുർബാനയില്ലെങ്കിൽ പൗരോഹിത്യമില്ല, പൗരോഹിത്യമില്ലെങ്കിൽ വിശുദ്ധ കുർബാനയുമില്ല. അങ്ങനെ കൗദാശികമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ തന്നെ ഹൃദയമായ പൗരോഹിത്യം, അതാണ് ദാനമായി പ്രത്യേകിച്ച് ഈ രണ്ട് മക്കൾക്കും ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നോട് ഒരുമിച്ച് കൂടി പരിശുദ്ധ കുർബാനയിലൂടെ ദൈവത്തെ സ്തുതിക്കുന്നതും അവിടത്തേക്ക് നന്ദി പറയുന്നതും. ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ വിഷയങ്ങൾ ലേവ്യ പുസ്തകത്തിൽ 25 പറയുന്നുണ്ട്. അവിടെ പ്രത്യേകമായി പറയുന്ന ഇതാണ്: ഇത് സന്തോഷത്തിന്റെ അവസരമാണ്, നന്ദിയുടെ അവസരമാണ്, ദാനധർമ്മങ്ങൾ ചെയ്യേണ്ട അവസരമാണ്. ഇപ്പം പഴയ നിയമത്തിൽ തന്നെ യഹോവയായ ദൈവം ജൂബിലി ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? നന്ദി പറയാൻ, കൂടുതൽ ഉണർവോടെ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് ഇതൊരു ആഘോഷമായിട്ട് മാത്രമല്ല നാം കാണേണ്ടത്. ഇവർ രണ്ടുപേരും കൂടുതൽ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ ദൈവജനത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. 25 വയസ്സെന്ന് പറയുന്ന ഒന്നുമല്ല ഈ കാലഘട്ടത്തിൽ. ഇനിയും അവർക്ക് ധാരാളം ഓടാനുണ്ട്, ധാരാളം സഞ്ചരിക്കാനുണ്ട്, ധാരാളം ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നേടാനുണ്ട്. ഇന്ന് പൗരോഹിത്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പലതരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു, പലതരത്തിൽ ദൈവവിളികൾ കുറയുന്നു. അവിടെയാണ് പൗരോഹിത്യത്തിന്റെ മഹത്വം. യേശുവിനെയും ചോദ്യം ചെയ്തിരുന്നല്ലോ. യേശുവിനെ കുരിശിച്ചില്ലേ, കബറടക്കിയില്ലേ? പക്ഷേ അതിനപ്പുറത്തൊരു ഉയർപ്പിലൂടെ അവിടുന്ന് ആ പൗരോഹിത്യത്തിന്റെ മാനദണ്ഡവും നിലയും വിലയും കാണിച്ചു തന്നു. ആ പൗരോഹിത്യത്തിലാണ്, ഒരിക്കലും നശിക്കാത്ത യേശുവിന്റെ പൗരോഹിത്യത്തിലാണ് ഈ മക്കൾ പങ്കുചേർന്നിരിക്കുന്നത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ തരുണത്തിൽ ഇവരുടെ രണ്ടുപേരുടെയും മാതാപിതാക്കൾ ദൂരെയാണ്, സഹോദരങ്ങൾ ദൂരെയാണ്. ഇവരെ സഭയ്ക്ക് നൽകിയ, ദൈവത്തിന് നൽകിയ പൗരോഹിത്യത്തിലേക്ക് വിളിച്ചു ചേർത്ത് അവരെ മാറ്റി നിർത്തി ഒരുക്കിയെടുത്ത ഇവർ രണ്ടുപേരുടെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ ഇവരെ കൂടുതൽ പരിശുദ്ധാത്മ കൃപയിൽ പൗരോഹിത്യ ശുശ്രൂഷയിൽ തുടരുവാനും അന്യോന്യം അവന്റെ സാക്ഷികളായി എല്ലായിടത്തും അവന്റെ സുവിശേഷം പ്രസംഗിക്കുവാനും കൃപാവരം സ്വർഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ.